വ്യാപാരി ഐക്യം, വ്യാപാരി ഐക്യം, ഏകോപന സമിതി, ഏകോപന സമിതി, രാജു അപ്സര, രാജു അപ്സര, ദേവരാജൻ, ദേവരാജൻ. ഞങ്ങൾ തൊഴിലുകൾ ഉണ്ടാക്കി, ഞങ്ങൾ തൊഴിലുകൾ ഉണ്ടാക്കി, ആയിരങ്ങൾക്ക് ജോലി നൽകി, ആയിരങ്ങൾക്ക് ജോലി നൽകി, പതിനായിരങ്ങൾ നികുതി അടച്ച്, പതിനായിരങ്ങൾ നികുതി അടച്ച്, പിന്നെ അതിന് മുകളിൽ GSTO, പിന്നെ അതിന് മുകളിൽ GSTO. അപ്പടി ഇവിടെ നടക്കില്ല, അപ്പടി ഇവിടെ നടക്കില്ല, അപ്പടി ഇവിടെ നടക്കില്ല, അപ്പടി ഇവിടെ നടക്കില്ല. കൊള്ളപ്പലിശയ്ക്ക് ലോണുമെടുത്ത്, കൊള്ളപ്പലിശയ്ക്ക് ലോണുമെടുത്ത്, കൊള്ളപ്പലിശയ്ക്ക് ലോണുമെടുത്ത്, കൊള്ളപ്പലിശയ്ക്ക് ലോണുമെടുത്ത് വ്യാപാരങ്ങൾ ചെയ്യുമ്പോൾ, വ്യാപാരങ്ങൾ ചെയ്യുമ്പോൾ, വ്യാപാരങ്ങൾ ചെയ്യുമ്പോൾ, വ്യാപാരങ്ങൾ ചെയ്യുമ്പോൾ വിദേശിയും വന്നു, സ്വദേശിയും വന്നു, വിദേശിയും വന്നു, സ്വദേശിയും വന്നു. ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നു, ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നു, ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നു, ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നു. ജീവിക്കാൻ അനുവദിക്കൂ സർക്കാരെ, ജീവിക്കാൻ അനുവദിക്കൂ സർക്കാരെ, ജീവിക്കാൻ അനുവദിക്കൂ സർക്കാരെ, ജീവിക്കാൻ അനുവദിക്കൂ സർക്കാരെ. തൊഴിൽക്കരത്തിൻ പേര് പറഞ്ഞു, തൊഴിൽക്കരത്തിൻ പേര് പറഞ്ഞു, തൊഴിൽക്കരത്തിൻ പേര് പറഞ്ഞു, തൊഴിൽക്കരത്തിൻ പേര് പറഞ്ഞു. വ്യാപാരിയെ കൊള്ളയടിക്കും, വ്യാപാരിയെ കൊള്ളയടിക്കും, വ്യാപാരിയെ കൊള്ളയടിക്കും, വ്യാപാരിയെ കൊള്ളയടിക്കും. വകുപ്പ് മന്ത്രി രാജേഷ്, വകുപ്പ് മന്ത്രി രാജേഷ്, വകുപ്പ് മന്ത്രി രാജേഷ്, വകുപ്പ് മന്ത്രി രാജേഷ്. വ്യാപാരി സമൂഹം ഒന്നായി പറയുന്നു, വ്യാപാരി സമൂഹം ഒന്നായി പറയുന്നു, വ്യാപാരി സമൂഹം ഒന്നായി പറയുന്നു, വ്യാപാരി സമൂഹം ഒന്നായി പറയുന്നു. നിങ്ങൾ ഞങ്ങളെ കൊന്നോളൂ, നിങ്ങൾ ഞങ്ങളെ കൊന്നോളൂ, നിങ്ങൾ ഞങ്ങളെ കൊന്നോളൂ, നിങ്ങൾ ഞങ്ങളെ കൊന്നോളൂ. വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യാപാരി ഐക്യം സിന്ദാബാദ്. ഞങ്ങളിലില്ല രാഷ്ട്രീയം, ഞങ്ങളിലില്ല രാഷ്ട്രീയം, ഞങ്ങളിലില്ല രാഷ്ട്രീയം, ഞങ്ങളിലില്ല വർഗീയത, ഞങ്ങളിലില്ല വർഗീയത, ഞങ്ങളിലില്ല വർഗീയത. ഓർത്തോളൂ സർക്കാരെ, ഓർത്തോളൂ സർക്കാരെ, ഓർത്തോളൂ സർക്കാരെ, ഓർത്തോളൂ സർക്കാരെ. വ്യാപാരി ഐക്യം. ഇരേവരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. വ്യാപാരി വ്യവസായിയുടെ ഒരു മുദ്രാവാക്യ സമരമാണ് ഇപ്പോൾ ഇരേവരം ജംഗ്ഷനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവരോട് തന്നെ ചോദിക്കാം, ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, കുറിച്ച് സർക്കാർ ഒന്നും മാനിക്കാതെ ദൈനംദിനം ചെറുകിട വ്യാപാരികളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഷ്ടപ്പാടിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാകാൻ ഈ സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരിക. ഡെയിലി കരം വർധനവ്, ഇത് ഓരോ തൊഴിൽക്കരം അന്യായമായി കൂട്ടിയിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു വിടുതലുണ്ടാകണം. ഞങ്ങൾക്ക് ലൈസൻസ് എടുക്കുന്നതിനുള്ള അവസരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. സെക്രട്ടറിയിലേക്ക് പോവാം. സെക്രട്ടറി എന്താണ് വ്യാപാരി സുഹൃത്തുക്കളെ, ഇരവിപുരം പോലുള്ളൊരു പ്രാദേശിക മേഖല യഥാർത്ഥത്തിൽ ഒരു കടലോര ഗ്രാമമാണ്. സർക്കാർ അംഗീകരിക്കപ്പെട്ട ഒരു കടലോര ഗ്രാമമാണ്. ഇവിടെ ചെറുകിട വ്യാപാരങ്ങൾ നടത്തി ഉപജീവനം നടത്തുന്ന ഞങ്ങളെ സംബന്ധിച്ചോളം 180 രൂപ 6 മാസത്തിലൊരിക്കൽ തൊഴിൽക്കാലം വന്നിരുന്ന ആ സ്ഥാനത്ത് 360 ഇപ്പോൾ ആണ്ട് 1200ഓളം രൂപ ഈ കൊള്ളപ്പലിശയ്ക്ക് പണമെടുത്ത് അന്നന്ന് ജീവിക്കുന്ന ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ വകുപ്പ് മന്ത്രി രാജേഷിൻ്റെ നേതൃത്വം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്ക് പൂർണ്ണമായൊരു മറുപടി ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ പറ്റുന്നില്ല. ഞങ്ങളിതിന് ഈടാക്കിക്കൊണ്ട് ഇത് എങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും? വൈകുന്നേരം ആയിക്കഴിയുമ്പോൾ കച്ചവടമില്ല. ആ ചിട്ടിക്കാരായാലും ബ്ലേഡ് കമ്പനിക്കാരായാലും പലരും നിങ്ങൾ ലോൺ എടുത്ത് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോവുകയാണ്. അതിനൊരു അറുതി വരുത്തണം. ഈ 1200 രൂപ തൊഴിൽ ചെയ്യുന്ന ഞങ്ങൾ സർക്കാരിൻ്റെ നിയമങ്ങൾ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ പോലും 1200 രൂപ എന്നുള്ളത് ഒരു കാരണവശാലും ന്യായീകരിക്കാനൊക്കെ അതിനെന്തെങ്കിലും ഒരു അറുതി വരുത്തണമെന്ന് ഈ അവസരത്തിൽ പരിഹാരം ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്.